27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഏത് കാര്യത്തിലും ഭാഗ്യം അനുകൂലമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ലക്ഷ്യപ്രാപ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സർവൈശ്വര്യ സമൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാരംഗത്തുള്ളവർക്ക് ദിവസം മികച്ചതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളുമായുള്ള അകൽച്ച അവസാനിക്കും. ശത്രുക്കളെ കരുതിയിരിക്കുക. ധനപരമായി കുറേയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. കർമ്മരംഗത്ത് ഗുണകരമായ വളരെയധികം മാറ്റങ്ങൾ വന്നു ഭവിക്കും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്തുവാൻ ദമ്പതികൾ തമ്മിൽ വിട്ടുവീഴ്ചകൾ കൈക്കൊള്ളേണ്ടതായി വരും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ജോലിസ്ഥലത്ത് ശത്രുക്കളെ കരുതലോടെ കൈകാര്യം ചെയ്യണം. ധനപരമായ ഇടപാടുകൾ സൂക്ഷ്മതയോടുകൂടി നടത്തുക. സംസാരത്തിൽ മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകും. ധനനഷ്ടത്തിന് സാധ്യത, ഇച്ഛാഭംഗം, മനോമാന്ദ്യം, കാര്യങ്ങളിൽ തടസ്സങ്ങൾ എന്നിവ അനുഭവപ്പെടും. അലച്ചിലും യാത്രാക്ലേശവും വന്നു ഭവിക്കും. കുടുംബത്തിൽ വിവിധ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ആരോഗ്യകാര്യത്തിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. ബന്ധുക്കളുമായുള്ള കലഹങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അടുത്തത് പൂയം നക്ഷത്രമാണ്. മറ്റുള്ളവരുമായുള്ള തർക്കത്തിനുള്ള സാഹചര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കുക. ഉദ്യോഗസ്ഥലത്ത് ജോലിയിൽ അശ്രദ്ധ കാണിക്കരുത്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സംരക്ഷിക്കുക. നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകും. സർവ്വകാര്യങ്ങളിലും പരാജയ സാധ്യത കാണുന്നുണ്ട്. ധനപരമായ നഷ്ടങ്ങൾ, മനക്ലേശം എന്നിവ ഉണ്ടാകാം. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവം മുൻപോട്ട് നീങ്ങേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും എങ്കിലും ചെലവുകൾ അതുപോലെ ഉയരും. കുട്ടികൾക്ക് പഠനകാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ദാമ്പത്യ ജീവിതത്തിൽ ചില വാക്കുതർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വൈകുന്നേരത്തോടെ അവ ശാന്തമാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക നില മോശമല്ലാതെ തുടരും. സ്വന്തം പ്രയത്നത്താൽ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വിജയിക്കും. യുവാക്കൾക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സന്താനങ്ങളുടെ ഭാഗത്തു നിന്നും സന്തോഷം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും അനുകൂലമായ ദിവസമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കണം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അനുകൂലമായ തൊഴിൽ മാറ്റവും മാംഗല്യഭാഗ്യവും ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവ തേടിയെത്തിയേക്കാം. ശത്രുക്കളാൽ ഉള്ള ദോഷങ്ങൾ കുറയും. തൊഴിൽപരമായ ഉയർച്ച കൈവരിക്കുകയും സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുകയും ചെയ്യും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ധനപരമായി പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ശ്രമിക്കും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തുടക്കം കുറിക്കുവാൻ സാധിക്കും. ധനസമൃദ്ധി കൈവരും. പുതിയ മേഖലയിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. സർവകാര്യ വിജയം ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പ്രണയബന്ധം ശക്തിപ്പെടും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ യോജിപ്പ് നിലനിർത്തുക. സാമ്പത്തികമായ ഉന്നതി കൂടുതൽ ഉണ്ടാകുമെങ്കിലും പാഴ്ചെലവുകൾ നിയന്ത്രിക്കണം. വസ്തു ഇടപാടുകളിൽ നേട്ടങ്ങൾ കൈവരിക്കും. അന്യരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ജോലി രംഗത്ത് നേട്ടങ്ങൾ സാധ്യമാണ്. ബിസിനസ്സുകാർക്കും ദിവസം അനുകൂലമാണ്. നല്ല ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ഔദ്യോഗികമായ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. കുടുംബബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യത. കരുതൽ വേണം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. യാത്രകളിൽ നല്ല ശ്രദ്ധ വേണം. സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ ചില തകരാറുകൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഏതു കാര്യത്തിലും വളരെയധികം ജാഗ്രത പുലർത്തുക.
അടുത്തത് മൂലം നക്ഷത്രമാണ്. പ്രണയബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. സ്വജനകലഹവും ബന്ധുവിരോധവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കുക. ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ആത്മവിശ്വാസത്തോടുകൂടി നേരിടണം. യാത്രാക്ലേശം, അലച്ചിൽ, ഇച്ഛാഭംഗം എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വിശ്വസ്തരിൽ നിന്നും വഞ്ചനയും അതുമൂലം മാനഹാനിയും വരുവാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി രംഗത്ത് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കരുതിയിരിക്കുക. പലവിധ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് ധനനഷ്ടങ്ങൾക്ക് സാധ്യത. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ഗൃഹത്തിൽ കലഹങ്ങൾക്കും വിഷമതകൾക്കും സാധ്യത. വിഷജന്തുക്കളുടെ ഉപദ്രവം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യങ്ങളിൽ തടസ്സം നേരിട്ടേക്കാം. തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരോട് നല്ല ബന്ധം പുലർത്തുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മുന്നിൽ വന്നേക്കാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നേക്കാം. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാകാതെ വന്നേക്കാം. എന്നാൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇന്ന് അസാധാരണമായ ഒരു പരിവർത്തന യോഗം ജീവിതത്തിൽ കാണുന്നുണ്ട്. വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴി തുറക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്കും കലാരംഗത്തുള്ളവർക്കും സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും. തൊഴിൽ രംഗത്ത് നല്ല വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ദീർഘനാളായുള്ള ലക്ഷ്യങ്ങൾ പലതും സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകും. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ശക്തമാകും. കലാകാരന്മാർക്ക് അംഗീകാരം, പ്രശസ്തി എന്നിവ കൈവരും. കർമ്മമേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ്. നൂതന ഗൃഹോപകരണങ്ങൾ നേടിയെടുക്കും. വാഹനം വാങ്ങുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. സ്വന്തം പ്രയത്നത്താൽ ഉന്നതി നേടിയെടുക്കുവാൻ സാധിക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും. ജോലിസ്ഥലത്ത് സ്ഥാനമാനവും പ്രശസ്തിയും ലഭ്യമാകുന്ന അവസരങ്ങൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ധനപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. വിവാഹം, ജോലി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതിനുള്ള മാർഗങ്ങൾ തെളിയും. പല കാര്യത്തിലും ഉണ്ടായിരുന്ന അവിചാരിതമായ തടസ്സങ്ങൾ മാറും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇന്നേ ദിവസം അനുകൂലമാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ ദിവസമാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. ചിലർക്ക് പുതിയതും കൂടുതൽ സൗകര്യങ്ങളോടും കൂടിയതായ ഗൃഹം വാങ്ങുവാൻ സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. പുതുതായി പഠനകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ഏതു കാര്യത്തിലും അതീവ ജാഗ്രതയോടുകൂടി ശ്രമിക്കുന്നത് നന്നായിരിക്കും. പരിശ്രമങ്ങൾ പലതും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.